എലിസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. ഇത് ഞാൻ ഓട്സ് ഉപ്മാവാണ് ഉണ്ടാക്കുന്നത്. ഓട്സിൽ നല്ല ന്യൂട്രിയൻസ് ഒക്കെ ഉള്ള പോഷകങ്ങളുള്ളതാണ്. അത് എല്ലാ ദിവസവും നമുക്ക് ഓട്സ് കഴിക്കാനും പറ്റും, എല്ലാം പറ്റും. ഞാൻ ആദ്യം എടുത്തിരിക്കുന്ന ഒരു ചീനച്ചട്ടി അല്ലെങ്കിൽ ഒരു കടായി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഏത് കുക്കിംഗ് ഓയിലാണെങ്കിലും സാരമില്ല. ഓട്സിൽ പ്രോട്ടീന്, ഫൈബർ, ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ അടങ്ങിയ ഒരു ആഹാരമാണ്. അത് എല്ലാവർക്കും നല്ലതാണ്. ഹെൽത്തിനും വെയിറ്റ് ലോസിനൊക്കെ നല്ലതാണ്. ഇവിടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ആദ്യം തന്നെ കുറച്ച് ജീരകം ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കടുക് കുറച്ചിട്ടിട്ടുണ്ട്. ആ പൊട്ടി വരുമ്പോഴേക്കും കുറച്ച് കടലപ്പരിപ്പ് ഇട്ടിട്ടുണ്ട്, കുറച്ച് ഉഴുന്ന് പരിപ്പ്. ഇതെല്ലാം നമ്മളൊന്ന് വഴറ്റിയെടുക്കണം. കടുക് പൊട്ടി വന്ന് അതിലേക്ക് നമ്മൾ കുറച്ച് ഉള്ളി, ചെറുതായ ഉള്ളി മുറിച്ചിട്ടുണ്ട്, പച്ചമുളകുണ്ട്, ഇഞ്ചി ചെറുതായി മുറിച്ചതുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കണം. ഇതൊന്ന് വഴണ്ടി വരുമ്പോഴേക്കും നമുക്ക് വഴറ്റിയെടുത്തിട്ട് അതിലേക്ക് തന്നെ ഒരു ചെറിയൊരു തക്കാളി മുറിച്ചത് അതിലേക്ക് ഇടുന്നുണ്ട്. ഞാൻ നല്ലതായി ഒന്ന് വഴറ്റിയെടുക്കണം. അത് തക്കാളി ഒന്ന് സോഫ്റ്റ് ആവുന്നവരെ നമ്മൾ അതിനെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഞാൻ സാധാരണ ഓട്സ് എടുത്തിരിക്കുന്നത്, നനയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഡയറക്റ്റ് തന്നെ ഉപ്മാവ് ഉണ്ടാക്കാൻ ഉപയോഗിക്കാൻ പറ്റും. സോഫ്റ്റായിട്ടുള്ള ഉപ്മാവാണ്. സാധാരണ നമ്മൾ പാലിലൊക്കെ ഇട്ട് കഴിക്കുന്നത് തന്നെ. അതിന് പകരം ഞാനിപ്പോൾ ഉപ്മാവ് ഉണ്ടാക്കുകയാണ്. തക്കാളി ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താ വെച്ചാൽ പച്ചക്കറികൾ, ഞാൻ ബീൻസും ക്യാരറ്റും ഒക്കെയാണ് കട്ട് ചെയ്ത് അതാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഒരു ഏകദേശം ഒരു കപ്പുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. കുറച്ച് കറിവേപ്പിൻ്റെ ഇട്ടിട്ടുണ്ട് ഞാൻ. നന്നായി വഴറ്റി എടുക്കുന്നുണ്ട് ഞാൻ എന്തായാലും. എല്ലാ പച്ചക്കറികളും ഇതെല്ലാം ഒന്ന് നന്നായിട്ട് വഴറ്റി എടുത്തിട്ടുണ്ട് ഞാൻ. ഈ സമയത്ത് നമ്മൾ കുറച്ച് ആവശ്യത്തിന് ഉപ്പിടണം. പച്ചക്കറികൾക്ക് ഒന്ന് ഇതിൽ ഉപ്പ്, ഏത് പച്ചക്കറി വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. എൻ്റെ കയ്യിലിപ്പോൾ ക്യാരറ്റും ബീൻസും ഉള്ള കാരണം ഞാൻ എടുത്തിട്ടുണ്ട്. ഏത് പച്ചക്കറി ആണെങ്കിലും നമുക്കിതിൽ ഉപയോഗിക്കാം. വഴണ്ടി വന്നിട്ടുണ്ട് എന്തായാലും. ഈ സമയത്ത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഓട്സ് ഇടാം. ഞാനൊരു 1.5 കപ്പ് ഓട്സ് എടുത്തിട്ടുണ്ട്. ഈ മീഡിയമിൽ വെക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ വല്ലാതെ അത് ഇതായിപ്പോവും. ഓട്സ് കുതിർത്തി വെച്ചിട്ടൊന്നുമില്ല. നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. കൂടുതൽ സമയമൊന്നും എടുക്കില്ല ഇത് ഉണ്ടാക്കാനായിട്ട്. നമുക്ക് പെട്ടെന്ന്
ഉണ്ടാക്കി ഉപയോഗിക്കാം. ഒന്ന് സോഫ്റ്റായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ കുറച്ച് വെള്ളം ഒഴിക്കാം. ഒന്ന് സോഫ്റ്റായി വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് അടച്ചു വെച്ച് നമുക്കൊരു 2-3 മിനിറ്റ് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുത്തപ്പോൾ ഇതുമാതിരി ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കുറച്ച് അതിലേക്ക് നാരങ്ങനീര് പിഴിഞ്ഞു കൊടുക്കാം. കുറച്ച് കൊത്തമല്ലിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അങ്ങനെ സ്വാദുള്ള ഓട്സ് ഉപ്മാവ് റെഡി ആയിട്ടുണ്ട്. ഞാൻ സെർവിങ് പ്ലേറ്റിലേക്ക് എടുക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വറുത്ത് വെച്ചതിന് കുറച്ച് നിലക്കടല ആദ്യം കൂടി ഇട്ട് കഴിഞ്ഞാൽ അതിന് സ്വാദ് വരും. അത് കൂടിയിട്ടൊന്ന് ഇളക്കണം. ഞാൻ സെർവിങ് പ്ലേറ്റിലേക്ക് എടുക്കുകയാണ്. എന്തായാലും സെർവിങ് പ്ലേറ്റിലേക്ക് എടുക്കുകയാണ്, ബൗളിലേക്ക് എടുത്ത് കഴിക്കാനായിട്ട്. ഇത് ഡയബറ്റീസുകാർക്കൊക്കെ നല്ലത് തന്നെയാണ്. കുട്ടികൾക്കും നല്ലതാണ്. കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ കുറച്ച് പച്ചമുളകും ഇതൊക്കെ കുറവിട്ടാൽ മതി. പക്ഷെ അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പച്ചക്കറി കഴിക്കാത്തവരാണെങ്കിൽ ഇങ്ങനെയാകുമ്പോൾ പച്ചക്കറി ശരിക്കും കുട്ടികളുടെ ദേഹത്ത് ചെല്ലും ചെയ്യും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ വേറെ എങ്ങനെ വ്യത്യാസമായിട്ട് എങ്ങനെയെങ്കിലും ഉണ്ടാക്കേണ്ട അതിനെ പറ്റിയിട്ടൊന്ന് കമൻറ്റിലിടണം. വേറെ എന്തെങ്കിലും റെസിപ്പി വേണമെങ്കിൽ ഇത് റിലേറ്റഡ് കമൻറ്റിൽ ഇട്ടാൽ മതി. അപ്പം അങ്ങനെ നമ്മളുടെ ഓട്സ് ഉപ്മാവ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. Thanks for watching.